ഇങ്ങനെ ചിന്തിക്കുക, കർത്താവെ, ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്ത ഒരു പാരമ്പര്യത്തിനും പിതൃ പാരമ്പര്യത്തിനും പൗരോഹിത്യത്തിനും ഞങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനോ ദൈവത്തോട് ചേർക്കുവാനോ കഴിഞ്ഞിട്ടില്ല. ആകയാൽ ഞങ്ങൾ അതെല്ലാം നീക്കം ചെയ്തിട്ട് ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ദൈവമായിട്ട് അംഗീകരിക്കുന്നു. ഇവനെ അല്ലാതെ മറ്റൊരു വ്യക്തിയെ ഞാൻ ഇനി മുതൽ ആരാധിക്കത്തില്ലെന്നുള്ള ഒരു നിയമത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിലൂടെ പാപ സംബന്ധമായിട്ട് മരിപ്പാൻ, ക്രൂശിൽ മരിപ്പാൻ നമ്മൾ സ്നാനമേൽക്കണം. ഈ സ്നാനത്താലല്ലാതെ പാപമോചനമില്ല. ഇങ്ങനെ സ്നാനമേൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് നമുക്ക് തരും. യേശുക്രിസ്തുവിനെ കല്ലറയിൽ അടക്കപ്പെട്ടെങ്കിലും അവൻ കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാണ്. അതേ പരിശുദ്ധാത്മാവ് നിനക്ക് തരുമെന്ന്. അയ്യോ, നീ ഇന്ന് കള്ളുകൂടിയനാണ്, ഇന്നലെ നീ വഴക്കുണ്ടാക്കിയവനാണ്, എല്ലാവരുമായിരിക്കുന്ന പാപത്തിലും കിടക്കുന്നവനാണ്. ദൈവം പറയുന്നു, സാരമില്ല, ഞാൻ നിന്നോട് ക്ഷമിക്കാം. എന്ന് മാത്രമല്ല, എന്നേക്കും ജീവിക്കുന്ന എന്റെ ആത്മാവിനെ നിനക്ക് തരാം, എന്റെ പുത്രനാക്കി ഞാൻ നിന്നെ തീർക്കാം. പ്രിയപ്പെട്ട, ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരൊക്കെയും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട്, ഒരു പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം കഴിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൾ തന്റെ പ്രിയന് വേണ്ടി വിശുദ്ധിയോടെ കാത്തിരിക്കുന്ന പോലെ നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നാൽ മാത്രം മതി. അങ്ങനെ സ്നാനമേറ്റവർ കൂട്ടായ്മ ആചരിച്ച് കർത്താവിന്റെ സ്വരൂപത്തോടെ നമ്മൾ അടുത്താൽ മതി. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമാണ് ഈ ക്രിസ്ത്യ ജീവിതം, എത്ര സന്തോഷപൂർണ്ണമാണ് ഈ ക്രിസ്ത്യ ജീവിതം. നിങ്ങളുടെ പാപമല്ലയോ നിങ്ങളെ എല്ലാ ദുഃഖത്തിനെയും കൊണ്ടുവന്നത്? നിങ്ങളുടെ പാപമല്ലയോ നിങ്ങളെ നശിപ്പിച്ച് കളയുന്നത്? നിന്റെ പാപമല്ലയോ നിന്റെ കുടുംബം തകർത്ത് കളഞ്ഞത്? ആയാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു വരുവാനുള്ള സമയമായിരിക്കാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു നിർത്തുന്നു. എല്ലാ ജാതി മതസ്ഥരും മരണമുള്ള എല്ലാവരും കേട്ടുകൊള്ളുവിന്. നിങ്ങൾ എല്ലാവരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് യേശുക്രിസ്തുവിനോട് ചേർന്ന് സ്നാനമേറ്റ് അവന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അവന്റെ മക്കളും വിശുദ്ധരുമായിട്ട് സ്വർഗത്തിന് അവകാശികളായിട്ട് തീർന്ന് അവന്റെ വരവെങ്കിലും ധൈര്യത്തോടെ അവന്റെ മുമ്പിൽ നിന്ന് ആ നിത്യരാജ്യത്തിലേക്ക് നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഒരിക്കലും മരണമില്ലാത്ത സന്തോഷത്തിലേക്ക് പറന്നുയർന്നുകൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. ഇതിനെ നിങ്ങൾ തിരസ്കരിച്ചാലും അംഗീകരിച്ചാലും അതിന്റെ വിധി നിങ്ങളുടെ മേൽ ദൈവം വരും. അംഗീകരിക്കുന്നവർക്ക് നിത്യരക്ഷയും തിരസ്കരിക്കുന്നവർക്ക് നിത്യനാശവും ദൈവത്തിന് മുമ്പിൽ എന്നാണ് യോഗ്യമായിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, നിങ്ങളെല്ലാവരും എന്താണ് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നതിന്റെ കൂട്ടത്തില് യേശുക്രിസ്തുവിന്റെ നാളിൽ എണ്ണപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുന്നു.